ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 15-ാം അധ്യായം 33-ാമത് വചനം. മുന്തിരിവള്ളി പോലെ അവൻ പിഞ്ച് ഉതിർക്കും, ഒലിവ് വൃക്ഷം പോലെ പൂ പൊഴിക്കും എന്ന വചനമാണ്. തകർന്നു പോകുന്ന നന്മകളെക്കുറിച്ചാണ് ഈ വാക്കുകൾ ഓർപ്പിക്കുന്നത്. മുന്തിരിവള്ളി പൂക്കുകയും അത് കായ്ക്കുകയും ചെയ്യുമ്പോൾ ആ യജമാനനൊരു പ്രതീക്ഷയുണ്ട് എന്ന പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ ആ പിഞ്ചായിരിക്കുന്ന മുന്തിരികൾ ഉതിർന്നു പോകുന്നതായ പശ്ചാത്തലം. ഒലിവ് വൃക്ഷം നന്നായി പൂക്കുന്നുവെങ്കിലും പൂ പൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. ആ അവസ്ഥയെക്കുറിച്ചാണ് തിന്മ പ്രവർത്തിക്കുന്നവരെ സൂചിപ്പിച്ചിട്ടുള്ളത്. 1 ശമൂവേലിന്റെ പുസ്തകം 31-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് കടന്നു വന്നാൽ, വളരെ പ്രതീക്ഷയോടുകൂടി ഇസ്രായേലിന് രാജാവാക്കിയ ശൗലിന്റെ ജീവിതത്തിൽ അനീതിയും തിന്മയും കൈമുതലാക്കിക്കൊണ്ട് ഓരോ നിമിഷങ്ങളും തിന്മ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലങ്ങളിലൂടെ മുൻപോട്ട് പോകുക നിമിത്തം ശൗലും തൻ്റെ കുടുംബവും തകർന്നു പോകുന്നതായ ഒരു പശ്ചാത്തലം അവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ്. രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു ഇസബേലിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവളുടെ ജീവിതം മുഴുവനും തിന്മ നിറഞ്ഞതായിരുന്നു, അനീതി നിറഞ്ഞതായിരുന്നു, ഭക്തന് വിരോധമായുള്ളതായിരുന്നു. സ്വന്തം നന്മയും സ്വന്തം സുഖവും സ്വന്തം അനുഗ്രഹങ്ങളും മാത്രം ചിന്തിക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു ഇസബേലിന്റെ ജീവിതമെന്ന് പറയുന്നത്. നീതിമാനായ നാബോത്തിനെ കൊല്ലുവാൻ പോലും ഇസബേലിന് മനസ്സ് തോന്നുന്ന പശ്ചാത്തലങ്ങൾ തിരുവചനത്തിലുണ്ട്. ആ തലത്തിൽ തിന്മ മാത്രം പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്ന ഇസബേലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. പ്രതീക്ഷയോടുകൂടി ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് കൊണ്ടുവന്ന ശൗലും സാധ്യതകൾ മുൻപിലുണ്ടായിരുന്ന ഇസബേലുമൊക്കെ തകർന്ന് തരിപ്പണമായി പോയതിൻ്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ തിന്മകളായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. ഈ തിരുവചനത്തിനകത്തും ഓർമ്മപ്പെടുത്തുന്നത് തിന്മ പ്രവർത്തിക്കുന്നവർ ഫലശേഖരണത്തിനു മുമ്പ് തകർന്നു പോകുന്നത് പോലെ, പിഞ്ച് ഉതിർന്നു പോകുന്നത് പോലെയും പൂവായിരിക്കെ പൊഴിഞ്ഞു പോകുന്നത് പോലെയും ആയിത്തീരുമെന്ന് തിരിച്ചറിയണം എന്നുള്ള പദമാണ്. ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ മേഖലകൾ തിന്മ നിറഞ്ഞതാകുന്നു എങ്കിൽ, അനീതി നിറഞ്ഞതാകുന്നു എങ്കിൽ, അകൃത്യം നിറഞ്ഞതാകുന്നു എങ്കിൽ തകർന്നു പോകുന്നൊരു ജീവിതമായിരിക്കും നമ്മുടേത്. ശൗലിന്റെ ജീവിതം പോലെ, ഇസബേലിന്റെ ജീവിതം പോലെ തകർന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്
നാം തിന്മ പ്രവർത്തിക്കുന്നവരായിട്ടല്ല, നന്മ പ്രവർത്തിക്കുന്നവരും നിലനിൽക്കുന്നവരുമായി തീരേണ്ടതെന്ന് നമ്മെ സമർപ്പിക്കാം. അതിനെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ തിന്മ പ്രവർത്തിച്ച് തകർന്നു പോകുന്നവരായിട്ടല്ല, നശിച്ചു പോകുന്നവരായിട്ടല്ല, ഞങ്ങൾ നന്മ പ്രവർത്തിച്ച് നിലനിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം, പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.